ചെയ്യിപ്പിക്കണമെന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് ഇരുന്നത്. പക്ഷേ ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ നിറയെ വിദേശികൾ വന്ന് ഞങ്ങൾക്ക് ബൈബിളിൻ്റെ ഇത് പറഞ്ഞു തന്നു. വിദേശികൾ അവരുടെ കുട്ടികളെ ഭർത്താക്കന്മാർ തന്നെയാണ് പിടിച്ചുകൊണ്ട് വരാറ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോഴാണ് കണ്ടത് രണ്ടുപേരും സ്നേഹത്തിൽ ഐക്യമായിരിക്കുന്നു. രണ്ടുപേരുടെയും ജോലി സഹകരിച്ച് ചെയ്യുകയാണ്. അപ്പോൾ വേറൊരു വിദേശിയും വന്നു. എല്ലാം കണ്ടപ്പോൾ അച്ഛനൊരു വിഷമം തോന്നി. എന്നിട്ട് ബൈബിൾ എടുത്ത് പഠിച്ചു നോക്കി. അപ്പോഴാണ് അച്ഛനൊരു ഡിസിഷൻ എടുത്തത്. ആ വചനമാണ് കാണിക്കാൻ പോകുന്നത്. എഫേസ്യർ 5:25 ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണമെന്ന് പറയുന്നു. രണ്ടുപേരുടെ കൈ പിടിച്ചു കൊടുക്കുന്നതിന് മുൻപായി ദേവദാസന്മാരുടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കാൻ പോകുന്ന ഇവരുടെ വിവാഹം എല്ലാവരും കാണുക. ശിവജോണിനെ മുഴുവനായി ഏറ്റുകൊള്ളാൻ എനിക്ക് സമ്മതമാണെന്ന് ചോദിച്ചു. ശിവജോണിന്റെ എല്ലാ കഷ്ടങ്ങളും ഏറ്റുകൊള്ളാൻ ഞാൻ സമ്മതിക്കുന്നു പറയുന്നു. തോമസിനെ മുഴുവനായി ഏറ്റുകൊള്ളുവാൻ എനിക്ക് സമ്മതമാണെന്ന് ചോദിക്കുന്നു. അദ്ദേഹം പറയുന്നു, അനിത തോമസിന്റെ ഏത് കഷ്ടങ്ങളിൽ കൂടെ ഇരിക്കാൻ സമ്മതമാണെന്ന് ചോദിക്കുന്നു. പറയുന്നു
ദേവദാസന്മാരും ദൈവത്തിൻ്റെ ദൂതന്മാരും ദൈവവും കാണുകയും രണ്ടുപേരുടെയും കൈ ചേർക്കാൻ പോവുകയാണ്. ദേവദാസന്മാരും വന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. സ്തോത്രം ചെയ്തു. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഷിബു ജോണിനെയും ആൻഡ്രൂ തോമസിനെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവേ. രണ്ടുപേരെ യോജിപ്പിച്ചുള്ള കർത്താവേ, ഷിബു ജോണിന്റെ ഓരോ ജീവിതങ്ങളിലും ആൻഡ്രൂ തോമസിന്റെ ജീവിതങ്ങളിലും എല്ലാ ആവശ്യങ്ങളിലും ദൈവം കൂടെ ഇരുന്നുവല്ലോ കർത്താവേ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ യോജിപ്പിച്ചിരിക്കുന്നു ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ കർത്താവേ. ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രണ്ടുപേരുടെ എല്ലാ ജീവിതങ്ങളിലും ഒന്നിച്ച് തന്നെ നിൽക്കാത്തവണ്ണം ദൈവം അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദേവദാസന്മാർ മുഴുവൻ എല്ലാവരും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജീവിതകാലം മുഴുവൻ കർത്താവേ രണ്ടുപേരുടെ എല്ലാ കാര്യങ്ങളിലും ചേർന്ന് തന്നെ നിൽക്കാത്തവണ്ണം ദൈവം സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്ത് ദൂതന്മാരാൽ നടത്തപ്പെടുന്ന ഈ മാരേജിൽ കർത്താവേ ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളമായിട്ടുണ്ടാകുന്നത് കൊണ്ട് ദൈവം അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രണ്ടുപേരെയും ദൈവത്തിന്റെ കാണുക ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവേ. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. രണ്ടുപേരും ജീവിതകാലം മുഴുവൻ ഒന്നായി നിൽക്കുവാൻ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന് വേണ്ടി തന്നെ നിൽക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രണ്ടുപേരുടെ എല്ലാ കഷ്ടങ്ങളിലും ദൈവം കൂടെ ഇരുന്ന് സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ രക്തത്താൽ രണ്ടുപേരെയും മൂടി മറയ്ക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏത് കഷ്ടത്തിനും ചഞ്ചലപ്പെടാൻ ദൈവത്തോട് കൂടെ തന്നെ നിൽക്കാൻ തരണം. രണ്ടുപേരെ സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ കൃപയാൽ ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ ദയ ഇന്നും അവരോട് കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
രണ്ടുപേരുടെ എല്ലാ കാര്യങ്ങളിലും ദൈവം അനുഗ്രഹിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവസ്തോത്രം കർത്താവേ. നല്ല ബുദ്ധിയുള്ള കരങ്ങളാൽ, ദൈവത്തിന്റെ കരങ്ങളാൽ, നല്ല ജീവനുള്ള കരങ്ങളാൽ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്നേഹത്താൽ, സന്തോഷത്താൽ, പരസ്പര സഹായത്താൽ ദൈവം അനുഗ്രഹിക്കണമേ. രണ്ടുപേരും നിറയ്ക്കണമേ കർത്താവേ. എല്ലാം യേശുവിന്റെ പൊന്ന കരങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനകളായി സ്തോത്രം ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ത്യൻ ഭരണഘടനാ നിയമം അനുസരിച്ചും ദൈവവചനത്തിന്റെ നിർമ്മല ഉപദേശം അനുസരിച്ച് ഷിബു ജോൺ ആൻഡ് അനിത തോമസ് ഇന്നു മുതൽ ഭർത്താവും ഭാര്യയുമായി തീർന്നിരിക്കുമെന്നുള്ള വിവരം ത്രിയേക പിതൃപുത്ര പരിശുദ്ധാത്മാ ദൈവത്തിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ദാസൻ എന്ന നിലയിൽ ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർതിരിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർതിരിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർതിരിക്കരുത്. ഇവർക്ക് ആശംസയായിട്ട് 128 സങ്കീർത്തനം സന്തോഷങ്ങൾ മുൻപോട്ട് കിടന്നത് വായിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 128. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മന്ത്രിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവിതയ്ക്ക് പോലെ ഇരിക്കും. യഹോവാഭക്തനായ ഭക്തൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകുമാകട്ടെ. ഇവിടെ സഹകരിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്ന ഈ വിവാഹശുശ്രൂഷയുടെ മനോഹരമായ രീതിയിൽ ലീഡ് ചെയ്ത ക്രിസ്തു അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ദാസൻ ജോസഫ് പാസ്റ്ററുള്ള ഹൃദയത്തിന്റെ ഭാഷയോളം നന്ദി അറിയിക്കുന്നു. ഈ ശുശ്രൂഷ നിർവഹിച്ച പാസ്റ്റർ കെ മോഹൻ അവർ മറ്റു വേദിഭൂഷരായിരിക്കുന്ന അനുഗ്രഹിക്കുന്ന ദൈവദാസന്മാർ ഈ സഭയെല്ലാം സദയം സഹകരിച്ച എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദിയെ അറിയിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ശിരസുകളും അടക്കാം. എല്ലാവരുടെയും നയനങ്ങളെ ദൈവത്തിന്റെ ദാനം അടയ്ക്കാം. പ്രാർത്ഥിച്ച് വിവാഹ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ റെജി കെ തോമസ് അവർ മുൻപോട്ട് കടന്നു വന്ന പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, വളരെ അനുഗ്രഹീതമായിരിക്കുന്ന സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു ദിനം ഞങ്ങൾക്ക് അനുവദിക്കുകയും ആ ദിനത്തിൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുകയും ചെയ്തതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് ഭാഗവാക്കായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അനുവദിച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഭാഷയ്ക്ക് അതീതനായിരിക്കുന്ന ദൈവം, ഭാഷകളുടെ മേൽ പ്രവർത്തിക്കുന്ന മഹോന്നതനായ ദൈവം ഇരു ഹൃദയങ്ങളെ ഒന്നാക്കി തീർത്തതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. പ്രിയ ശിബുവിനെയും അനിതയെയും ഒന്നാക്കി തീർത്ത മഹോന്നതനായ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയ്ക്ക് ഭാഗവാക്കായി തീരുവാൻ അങ്ങയുടെ ശ്രേഷ്ഠ ഭൃത്യന്മാരെ ഇവിടെ കൊണ്ടുപോകുന്നത് കൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. അനുഗ്രഹീത വചനം ഞങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. വിവാഹ ശുശ്രൂഷ ഏറ്റവും മംഗളകരമായി തീർന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കാലാവസ്ഥയും അനുകൂല കാര്യങ്ങളും എല്ലാം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകിയതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. പ്രിയ പിതാവേ, ഇന്ന് യോജിച്ച ഈ കുടുംബം അനേകർക്ക് അനുഗ്രഹ കാരണമായി തീരുവാൻ
സ്വർഗത്തിലെ ദൈവം അനുവദിക്കുമാറാകണം. അബ്രഹാമിനെയും സാറയെയും പോലെ, യാക്കോബിനെയും റെബേക്കയെയും പോലെ സ്വർഗത്തിലെ ദൈവം അവരെ അനുഗ്രഹിക്കണം. അക്കുലാവിനെയും പ്രിസ്കിലെയും പോലെ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ നൽകി സ്വർഗത്തിലെ ദൈവം മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്കുണ്ടാകുന്ന മക്കൾ അവരെ പോലെ സംസാരിക്കുവാൻ കഴിവില്ലാത്തവരായി തീരാതെ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമാറാകണമെന്ന് ഞങ്ങളോടത്തോട് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമേ, ഞങ്ങളുടെ ഒരു കുഞ്ഞുങ്ങൾക്കും ഇതേ അവസ്ഥ ഉണ്ടാകുവാനിടയാകാതെ അടുത്ത തലമുറകൾ പോലും അനുഗ്രഹം പ്രാപിക്കുന്നവരായി ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹങ്ങളെ ചൊരിയുമാറാകണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ശുശ്രൂഷകളെ അനുഗ്രഹമാക്കി തീർത്തോട് തിരുനാമത്തിന് സ്തോത്രം. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകിയതുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. തുടർന്നതായ എല്ലാ ശുശ്രൂഷകളിന്മേലും അങ്ങയുടെ കൃപയും അനുഗ്രഹവും ധാരാളമായ അവിടുന്ന് പകർന്നാട്ടെ. സർവ്വമഹത്വവും ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. സകലവും കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ ദൈവത്തിന്റെ കൃപ, ഞങ്ങളെ ആശ്വസിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസാരം നാളെ ചോദിച്ച കാര്യം എവിടെ ആയിരിക്കുന്ന എല്ലാവരുടെ പേരും, പ്രത്യേകിച്ച് പകൽ കുടുംബസ്ഥനായ പ്രിയ മക്കളുടെ പേരും ഇന്നും എന്നേക്കും കർത്താവിന്റെ പുനരാഗമനം വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ.